എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ മലയാളികളുടെ മനസ്സ് എത്രത്തോളം വൈകൃതമാണെന്ന് ഉള്ളത് ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കുറച്ച് കമന്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും ദൈവമേ ഇത്രത്തോളം അധംപതിച്ചോ നമ്മുടെ നാട്ടിലെ ജനങ്ങള്, കാരണം അത്രയ്ക്കും വൈകൃതമായിട്ടുള്ള കമന്റ്സുകളാണ് ഈ വീഡിയോയുടെ അടിയിൽ കൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോ നമ്മൾക്ക് ഈ ഇന്ത്യ മാത്രമല്ല, ഈ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ഈ ലോകം മൊത്തം നടുങ്ങിയ ഒരു സംഭവമാണ് പഹൽഗാമിൽ ഉണ്ടായത്, തീവ്രവാദി ആക്രമണം. 29ഓളം മനുഷ്യരുടെ ജീവൻ എടുത്ത ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു മലയാളിയാണ് രാമചന്ദ്രൻ, എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ഈ ആരതി എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പൊ ഈ സംഭവം നടക്കുമ്പോൾ അച്ഛനോടൊപ്പം ഈ മകളും ഈ മകളുടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മീഡിയക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്, ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്തത് എന്നൊക്കെ ഈ കുട്ടി വളരെ ബോൾഡായിട്ട് തന്നെയാണ് മീഡിയക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ അടിയിൽ വന്ന് പറയുന്ന കമന്റ് ആണ് ഇത്. ഞാൻ ഇവിടെ ഈ ഒരു കമന്റ് കൊടുക്കാം, നിങ്ങളൊന്ന് നോക്ക്. ലിപ്സ്റ്റിക് കുറഞ്ഞു പോയല്ലോ, മേക്കപ്പ് കുറഞ്ഞു പോയല്ലോ, നീ ഒരു മകളാണോ, അച്ഛൻ മരിച്ചിട്ട് ഒരു നിങ്ങൾക്ക് ഒരു എന്താ സങ്കടം മുഖത്ത് കാണുന്നില്ലല്ലോ, സന്തോഷത്തോടെ മീഡിയക്ക് ഇന്റർവ്യൂവിൽ നിന്ന് കൊടുക്കുന്നല്ലോ. അങ്ങനെ ഒരുപാട് കമന്റ്സുകളാണ് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റ്സുകൾ. അപ്പൊ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇതിനെ ഈ പെങ്കൊച്ചിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയൊരു സന്ദർഭത്തില് അച്ഛൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു. ആദ്യം പെട്ടെന്ന് ഇതായി, അച്ഛന് വെടിയുണ്ട കൊണ്ടപ്പോഴത്തേക്ക് അച്ഛനെ പെട്ടെന്ന് തന്നെ ഹഗ് ചെയ്തു. അതിനുശേഷം അച്ഛൻ മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണ് ഈ പെൺകുട്ടി ശ്രമിച്ചത്. ഇതിനകത്ത് പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും മരിച്ചു, എനിക്കിപ്പോ അച്ഛനെ ഇനി രക്ഷിക്കാൻ പറ്റില്ല, കാരണം അച്ഛന്റെ ജീവൻ പോയി, ഇനിയുള്ളത് എൻ്റെ മക്കളെ ഞാൻ അവിടെ നിന്ന് രക്ഷിക്കുക, ഞാനൊരു അമ്മയാണല്ലോ, അപ്പൊ എൻ്റെ മക്കളെ ഞാൻ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളൊരു കടമയാണ് എൻ്റെ മുന്നിലുള്ളതെന്ന് കരുതിയിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതിനകത്തും പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയല്ല, നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത സംഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ തളർന്നു പോകരുത്, തളർന്നു പോകുക മാത്രമല്ല അലറി കരയുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്, ധീരമായിട്ട് അതിനെ നേരിടണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഈ പെൺകുട്ടിയുടെ. ആ അച്ഛന്റെ മകളാണ് ഈ കുട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മളാണെങ്കിൽ പോലും ഈ കമന്റ്സ് ഇടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പൊ ജീവിച്ചു പോലും ഇരിക്കില്ല. ഈ പറയുന്ന ഞാൻ പോലും ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് തീവ്രവാദികളുടെ വെടിയുണ്ടൊന്നും വേണ്ട, പേടിച്ചിട്ട് അപ്പൊ തന്നെ ജീവൻ പോകും. ഈ പറയുന്ന ഒരാൾ പോലും ഇത്രയും ബോൾഡ് ആയിട്ട് നിന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് വരികയോ ഒന്നും ചെയ്യത്തില്ല. എന്നുവെച്ചാൽ സ്വന്തം മുന്നിലാണ് അച്ഛൻ വെടി കൊണ്ട് മരിച്ചു കിടന്നത്. അവിടെ നിന്നും മനസ്സിനെ പ്രാപ്തിയാക്കി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവനെങ്കിലും രക്ഷിച്ചുകൊണ്ട് ഓടിയെത്തിയ ധീരയായ ഒരു പെൺകുട്ടിയാണ്. ഇത്രയധികം ധീരതയോടെ കൈകാര്യം ചെയ്ത് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്ത് തന്റെ മക്കളെയും കൊണ്ട് രക്ഷപ്പെട്ടു വന്ന ഈ പെൺകുട്ടിയെ നമ്മൾ ശരിക്കും പറഞ്ഞാല് അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം ഇതിനടിയിൽ വന്നിങ്ങനെ കമന്റ്സ് ഇടുകയാണ്. നിങ്ങൾ കണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടു, മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടോ? അത് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു, മേക്കപ്പ് ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മോശമായിട്ട്. അത് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടാളക്കാര് മരിച്ചു കഴിഞ്ഞാല് അവരുടെ ഭാര്യമാര് കരയരുതും, ധീരതയോടെ നിൽക്കണം. നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതും ആ ഒരു അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങള് അതേപോലെ പ്രാവർത്തികമാക്കിയ മകളാണ് അത്. എന്തിനാ ഇതിനെ ഇങ്ങനെ നിന്ദിക്കുന്നത്? അതിന് ഏറ്റവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ സ്വന്തം അച്ഛനാണ്. ആ സമയത്ത് പോലും ധീരതയോടെ അതിനെ അതിജീവിച്ചു വന്ന ഒരു പെൺകുട്ടിയാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യങ്ങളാണ് ആ പെൺകുട്ടി ചെയ്തത്. അപ്പൊ അതിനെ ഇങ്ങനെ നമ്മൾ മോശമായിട്ട് ഇത്രയും വികൃതമായിട്ടുള്ള കമന്റുകളൊക്കെ ഇട്ട് അധിക്ഷേപിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു പേരുണ്ട്. ഇപ്പം സ്വന്തം വീട്ടിൽ എന്ത് നടന്നാലും പ്രശ്നമൊന്നുമില്ല, നോക്കത്തുമില്ല. ഇനി ഇതിനെക്കാട്ടിലും വലിയ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നടന്നാലും തന്നെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരുടെ വീട്ടിലെ കുടുംബത്തിൽ നടക്കുന്നതിനെ കുറിച്ചിട്ട് വിമർശിക്കാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്.
നമുക്കൊക്കെ വന്നാലേ നമ്മൾ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഈ ഒരു ഇത്രയും ബോൾഡ് ആയിട്ടുള്ള, നമുക്കറിയാം ഈ പെൺകുട്ടിയുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴേ നമുക്കറിയാം ഇതിനിടയിൽ വരുന്ന കമന്റ് മൊത്തം നെഗറ്റീവ് ആയിരിക്കുമെന്ന്. കുറച്ചു പേരൊക്കെ നല്ലത് പറയുന്നുണ്ട്, ആ മോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കുറച്ചു പേരൊക്കെ വന്ന് പറയുന്ന കമന്റ്സുകളാണ്. ഇതിനെക്കാട്ടിലും മോശമായിട്ട് വന്ന് പറയുന്നുണ്ട് കമന്റ്സുകളൊക്കെ. ഞാൻ കുറച്ച് കമന്റ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പുച്ഛം തോന്നുക മലയാളികളോട്. ഈ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് നടക്കുമ്പോൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നടക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ അച്ഛനെയാണ്. അതുപോലും മനസ്സിലാക്കാത്ത ഒരു അച്ഛനെ നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത രീതിയിലുള്ള മുറിവുകളാണ്. ഇപ്പൊ ഇത്രയും ധീരതയോടെ ഈ പെൺകുട്ടി നിൽക്കുന്നെങ്കിലും, എത്ര ബോൾഡായിട്ട് നിൽക്കുന്നെങ്കിലും അതിന്റെ ഉള്ളിൽ ഈ ചിത്രങ്ങളൊന്നും മായത്തില്ല ഒരിക്കലും. ഏത് സമയവും ഇതിന്റെ മനസ്സിൽ ഉണ്ടാവും. നമ്മുടെ കൺമുന്നിൽ നടന്ന ഈ ഒരു സംഭവം അതിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്തൊരു കാര്യമാണ് അതിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അത് ആ കുട്ടി ഇനി മരിക്കുവോളം അത് അതിന്റെ മനസ്സിൽ ഉണ്ടാവും. അത്രയേറെ ഇനി നീറിയായിരിക്കും ആ പെൺകുട്ടി ജീവിക്കുന്നത്. പുറമേ ചിലപ്പോൾ ധീരത കാണിക്കാം, ധീരതയോടെ നിൽക്കും, ബോൾഡായിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള നിങ്ങൾ ഒരു കമന്റ്സ് പോലും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ലെങ്കിലോ, ഇതുപോലുള്ള കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് കൂടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിലോ, നിങ്ങൾ ഇങ്ങനെയുള്ള മോശം കമന്റ്സ് ഇടാതെ ഒന്ന് മാറി നിന്ന് കൊടുത്താൽ മതി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ശരി എന്ന് തോന്നുന്നുള്ളവർ കമന്റ് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.